നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ഗൗരി ശങ്കരം എന്ന പരമ്പരയിലൂടെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് വീണ നായർ. ഒട്ടേറെ വർഷങ്ങളായി സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഗൗരി ശങ്കരം എന്ന പരമ്പരയിൽ ഗൗരി എന്ന കഥാപാത്രത്തിലൂടെയാണ് വീണ ശ്രദ്ധ നേടിയത്. ഗൗരിയുമായുള്ള വിവാഹത്തിന് ശേഷം ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിലെ സംഭവങ്ങളാണ് പരമ്പരയുടെ ഇതിവൃത്തം. ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വീണ നായരാണ്. ഇപ്പോഴത്തെ വീണയുടെ ജീവിതത്തിലെ പുതിയ സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ. വീണ വിവാഹിതയാകാൻ പോകുകയാണ്. വൈഷ്ണവാണ് വരൻ. തന്റെ വിവാഹ നിശ്ചയ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ നടി പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തന്റെ വിവാഹ നിശ്ചയ വിശേഷങ്ങളും വീഡിയോസുമൊക്കെ വീണ ആരാധകരുമായി പങ്കുവച്ചത്. വലിയ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെ കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലൂടെയാണ് വീണയുടെയും വൈഷ്ണവിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഒഫീഷ്യലി 18 സെപ്റ്റംബർ 2024 എന്ന് കുറിച്ചുകൊണ്ട് വരനെ ടാഗ് ചെയ്തുകൊണ്ടാണ് വീണ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചത്. പിന്നാലെ നിരവധി പേരാണ് വീണയ്ക്കും വൈഷ്ണവിനും ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയത്. ഞങ്ങൾ എന്നേക്കുമായി ഒന്നിക്കാൻ പോകുകയാണെന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരുമായും പങ്കുവയ്ക്കുകയാണ് എന്നാണ് വീണ തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. വയലറ്റ് നിറത്തിലുള്ള ലഹങ്കയും അതിനിണങ്ങുന്ന ആഭരണങ്ങളുമാണ് വീണ അണിഞ്ഞത്. വൈഷ്ണവ് ഒരു ക്ലാസിക് ബ്ലാക്ക് ഷെർവാണിയാണ് ധരിച്ചിരുന്നത്. പ്രേംകുമാറിന്റെയും ശ്രീലതയുടെയും മകളായി തൃശൂരിലാണ് വീണ ജനിച്ചതെങ്കിലും പഠിച്ചതും വളർന്നതും മുംബൈയിലായിരുന്നു. ബിസിനസ് മാനേജ്മെന്റ് ബിരുദധാരിയാണ്. ഒരു മികച്ച ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് വീണ. ടിക്ടോക്ക് വീഡിയോകൾ വീണ നിരവധി ചെയ്യാറുണ്ടായിരുന്നു. ടിക്ടോക്കിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാനും വീണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നാടോടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാന്റിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായതാണ് വീണയ്ക്ക് സിനിമ അഭിനയത്തിലേക്ക് കടക്കാൻ പ്രചോദനമായത്. ആകാശഗംഗ 2ാം ഭാഗം എന്ന ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ വീണ മണിച്ചിത്രത്താഴിലെ ശോഭന അവതരിപ്പിച്ച നാഗവല്ലിയുടെ ഒരു രംഗം അഭിനയിച്ച വീഡിയോ സംവിധായകൻ വിനയൻ അയച്ചു കൊടുക്കുകയും അത് ഇഷ്ടപ്പെട്ട സംവിധായകൻ വീണയെ ആ സിനിമയിൽ നായികയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആകാശഗംഗ പാർട്ട് 2-വിൽ ആരതി വർമ്മ എന്ന നായിക കഥാപാത്രത്തെയാണ് വീണ അവതരിപ്പിച്ചത്. കൂടാതെ അർജുൻ അശോകൻ നായകനായ പ്രണയവിലാസം എന്ന സിനിമയിൽ റിഹാന എന്ന കഥാപാത്രമായും വീണ എത്തിയിരുന്നു.